എന്നോടോ നീ എന്നെ പറഞ്ഞു നോക്ക്. പബ്ലിക്കായിട്ട് പറയുമ്പോൾ നീ എന്ന് പറഞ്ഞു നോക്കും. സദ്വേഷണം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെയും ആശയത്തെയും പരമ്പരയും നശിപ്പിക്കുന്നതോടുകൂടി തന്നെ ഇന്നത്തെ കപട ഗുരുവായി കയറിയിരിക്കുന്ന അമൃതാജന്യയും അവരുടെ കിങ്കരനായ ഗുരുരത്ന ജ്ഞാന തപസ്യ എന്നറിയപ്പെടുന്ന ഹരികുമാർ മണിയനും അവർ ഗുരുവിൻ്റെ പ്രസ്ഥാനവും പരമ്പരയും മാത്രമല്ല ഗുരുവിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം വിറ്റ് നശിപ്പിക്കുന്നതോടുകൂടി തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ അതിനുദാഹരണമായിട്ട് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ഓഫീസ് നിലനിൽക്കുന്ന ആ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനമുള്ളത്. അത് ശാന്തിഗിരി ടേക്ക് എ ബ്രേക്ക്. അപ്പോൾ ശാന്തിഗിരി ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത്, ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് സംയുക്ത സംരംഭമാണ്. ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടുകൂടി അല്ലെങ്കിൽ പെർമിഷനോടുകൂടി നടപ്പാക്കുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കാൻ വേണ്ടി 2016 കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ MLA ആയിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിലെ MLA ആയിരുന്ന UDFൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിലെ MLA ആയിരുന്ന പാലോട് രവി അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ അദ്ദേഹം, ഞാനിവിടെ കാണിക്കാം പ്രകടന പത്രിക ആ ഒരു ഇറക്കിയിരിക്കുന്നത്, അവരുടെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ 2 കാര്യങ്ങളാണ് ശാന്തിയെ സംബന്ധിച്ചുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ 1,40,00,000 രൂപ ടേക്ക് എ ബ്രേക്കിന് വേണ്ടി ധനസഹായം. എവിടെ നിന്ന്? സംസ്ഥാന സർക്കാരിൽ നിന്ന് ധനസഹായം എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ സാധാരണ പൗരന്മാരുടെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്നതാണ് അല്ലേ? നികുതി പണം നൽകിക്കൊണ്ടാണ് ഈ പറയുന്ന ഈ ധനസഹായങ്ങളെല്ലാം സർക്കാർ കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടാതെ ഈ 3 കോടി രൂപയാണ് ശാന്തിഗിരി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. അതിൽ 1,65,00,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. 1,65,01,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട് ആര്? ശാന്തിഗിരി ആശ്രമം. അത് അവിടെ നിൽക്കട്ടെ. അപ്പം 2 കാര്യങ്ങളാണ് ആ പ്രകടന പത്രികയുടെ 500 ദിന കർമ്മ പദ്ധതികളെന്ന് പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അനുവദിച്ച തുക തന്നെയാണ്. അത് അവരെ തെറ്റ് പറയാൻ പറ്റില്ല, MLA തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ വന്നിരിക്കുന്നത് ശരിയാണ്. പക്ഷെ ആ പറഞ്ഞ ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ടേക്ക് എ ബ്രേക്ക് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പൂലന്തറ ജംഗ്ഷനിലുള്ള ആ ഒരു വസ്തുവിൽ, ആ വസ്തുവിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മുടെ ആശ്രമം നിർമ്മിക്കാൻ വേണ്ടി ഗുരുവിന് 50 സെൻറ്റ് ദാനം ചെയ്ത ഗംഗാരം മുതലാളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടികൾ തന്നെയാണ്. അദ്ദേഹം ഇവിടെ 100 ഏക്കർ പ്രോപ്പർട്ടി മേടിച്ചതെന്നാണ്, 100 ഏക്കർ സ്ഥലം വാങ്ങിച്ച അതിൽ നിന്നാണ് 50 സെൻറ്റ് ഗുരുവിന് കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം മക്കൾക്ക് കൊടുത്തു. അങ്ങനെ വീതിച്ച് അതിപ്പോൾ ആശ്രമത്തിൻ്റെ അധീനതയിൽ ആ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ആണ് ഈ പറഞ്ഞ എന്താ പറയുക ഈ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. പിന്നെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ പലർക്കും എന്ന് പറഞ്ഞാൽ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് കൃത്യമായിട്ട് പൂലന്തറ ജംഗ്ഷനിലുള്ള ഓഫീസ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. മനസ്സിലായോ? കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഗുരുരത്ന ജ്ഞാന തപസ്യ എന്നറിയപ്പെടുന്ന ഹരികുമാർ മണിയൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തുറന്ന് പറയുമ്പോൾ പലരും ചോദിക്കണമെന്ന് വെച്ചാൽ താങ്കൾ എവിടെയാണ് നിൽക്കുന്നത്, താങ്കളുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ പറഞ്ഞ് പലരും ഈ കമൻറ്റുകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി കൂടിയാണിത്. അതുതന്നെയല്ല, നമ്മുടെ ഗുരുവിൻ്റെ ഒരു സ്ഥാപനം കിടക്കേണ്ട രീതിയാണെന്ന് ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ അവഹേളിക്കുന്നത് പോലെ ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പഴയ എൻട്രൻസാണിത്. പഴയ ആ റോഡിലേക്ക് പോകുന്നതിൻ്റെ ഇടതുവശത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം. അപ്പോൾ അത് ഒരു മുഖമുദ്രയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ വേണ്ടി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഏകദേശം. ഇപ്പോൾ വേറൊരു എൻട്രൻസ് തുറന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അവസ്ഥയൊക്കെ പരിതാപകരം തന്നെയാണ്. അതിൻ്റെ ഇരുവശങ്ങളിലുള്ള ബോർഡുകളൊക്കെ മറ്റേ പരസ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ബോർഡുകളിലൊക്കെ കൃത്യസമയത്ത് പരസ്യം ഒട്ടിക്കാത്തത് കൊണ്ട് അതൊക്കെ പറഞ്ഞു കീറി ഒരു ദയനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇതെന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് അതിന് ഉപയോഗശൂന്യമായ രീതിയിൽ ഒരു ബിൽഡിങ് സർക്കാർ സംവിധാനത്തിന് ഉണ്ടാക്കിയിട്ട് അതിനെ നശിപ്പിക്കുന്നൊരു കാഴ്ച. ഇതുപോലെ തന്നെയാണ് ഞാൻ ഒരു കയർ ഫാക്ടറി പോയി കണ്ടപ്പോഴും അതിൽ അകത്തെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബിസിനസ് അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചുറ്റിനും കാട് പിടിച്ച് കിടന്നിട്ട് അതിലെന്താണ് നടക്കുന്നതെന്ന് പോലും പുറത്തറിയാൻ പറ്റാത്ത രീതിയിലാണ് എന്ത് ബിസിനസ്സാണെന്ന് പോലും. കാരണം ഇവർ മദ്യക്കച്ചവടവും മയക്കുമരുന്ന് കച്ചവടം വരെ ചെയ്യുന്ന ആൾക്കാരാണ്.
മദ്യക്കച്ചവടം ചെയ്യാൻ പോയിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങാൻ പോയിട്ട് അതിൻ്റെ പേരിൽ കേസ് വരെ വന്നതാണ്, ഒരാളെ പറ്റിച്ചെന്നുള്ള പേരിൽ. അപ്പം അതിനകത്ത് എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, എന്തോ ഇല്ലീഗൽ. കാരണം കയർ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ആ കയർ ഫാക്ടറിയായിട്ട് റബ്ബർ മാറ്റ് ഉണ്ടാക്കുന്നത് ഗുരുവിന് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു കാര്യങ്ങളായിരുന്നു ഈ റബ്ബറിൻ്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മുടെ സ്ഥാപനത്തിന് ഇതിൻ്റെ മറവിലൊക്കെ എന്തെല്ലാമോ അതിനകത്ത് നടക്കുന്നുണ്ട്. മനസ്സിലായി? ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാട് പിടിച്ച് പടൽ പിടിച്ച് ഗുരു എല്ലാം എപ്പോഴും എന്ന് പറഞ്ഞാൽ ആശ്രമവും ആശ്രമ പരിസരങ്ങളും ആശ്രമ സ്ഥാപന പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ വളരെ കാര്യങ്ങൾ ചെയ്തു വെച്ചതാണ്. അപ്പം ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കൈപ്പിടിയിൽ എന്നുവെച്ചാൽ വരുമാനം കിട്ടുന്നത് മാത്രം ഇവർ പരിപോഷിപ്പിക്കും. ഇപ്പോൾ സിദ്ധ മെഡിക്കൽ കോളേജിൻ്റെ പരസ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിന് 10-12 ലക്ഷം 15 ലക്ഷം രൂപ വരെ കിട്ടുന്നത് കൊണ്ട്, ഡൊണേഷൻ കിട്ടുന്നതുകൊണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫീസല്ല, ഡൊണേഷൻ, അക്കൗണ്ടബിൾ അല്ലാത്ത ഡൊണേഷൻ ക്യാഷായിട്ട് വാങ്ങിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ പ്രമോഷനൊക്കെ കാണിക്കും, അവിടെയൊക്കെ വൃത്തിയാക്കിയിടും, അവിടെയൊക്കെ പരിപാലിക്കും. പക്ഷേ ഇതുപോലത്തെ സ്ഥാപനങ്ങളും ഈ പറയുന്ന ഓയിൽ മില്ല് തന്നെ, ഓയിൽ മില്ലിൻ്റെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇതിനെല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഗുരു എന്തെല്ലാം ഉദ്ദേശിച്ചാണ് ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിയെന്നുള്ളത് മനസ്സിലാക്കണം എല്ലാവരും. മനസ്സിലായില്ലേ? കാരണം ഇവരിതിൻ്റെ തലപ്പത്ത് വലിഞ്ഞു കയറി ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെയാണ്. മനസ്സിലായി? നിയമാനുസരണമല്ല ഇവരൊക്കെ കയറിയിരിക്കുന്നത്. ഈ അമൃതാജന്യ ആയാലും ഈ ഗുരുരത്നനായാലും കയറിയിരിക്കുന്നത് എന്താണ്? ഒരാൾക്ക് മറ്റൊരാൾക്ക് ദർശനം കിട്ടിയെന്ന് പറയും, ഇയാൾ വേറൊരാൾക്ക് ദർശനം കിട്ടിയെന്ന് പറയും. ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ ഗുരു ഓരോരുത്തരും ജീവന്റെ വലിപ്പം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് വെച്ചാൽ തുര്യാതീതം എന്ന് പറഞ്ഞ ഓരോ അവസ്ഥകളുണ്ട്. അപ്പം ജാഗ്രത, സ്വപ്ന എന്ന് വെച്ചാൽ എന്താ പറയുക, ദർശനത്തിൻ്റെ വിവിധ വശങ്ങളാണ് അതെല്ലാം. അപ്പം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതും നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന അങ്ങനെ വിവിധ വശങ്ങളുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക, ഇവർക്ക് ദർശനം ഇങ്ങനെ ഇത് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി, എന്നോട് ഗുരു എല്ലാം ഏറ്റെടുക്കാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെ ഇനി ഞാനാണ് ഗുരുവെന്ന്. അമൃതാജിനിയുടെ ഒരേ ലീലാവിലാസങ്ങളെ ഒരുപാട് ആൾക്കാരെ ഒരുപാട് സമയത്ത് പറ്റിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവർക്ക്. പക്ഷേ ഈ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു വാക്കുണ്ടല്ലോ, അത് ഇവർ മറന്നുപോയി. മനസ്സിലായാൽ? അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വിറ്റ് നശിപ്പിച്ചുണ്ട്. എന്നുവെച്ചാൽ ആശ്രമത്തിൻ്റെ ഓരോരുത്തർ സമർപ്പിച്ച വസ്തുക്കൾ വിറ്റ് കാശ് മേടിച്ചു, കോടികൾ മേടിച്ചു, അങ്ങനെയുള്ള സ്ഥലങ്ങളുമുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാം, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി പറയാം. ഇതാണ് പോത്തൻകോട് നിന്ന് ഇറങ്ങി വരുന്ന റോഡ്. പോത്തൻകോട് നിന്ന് വന്ന് പൂലന്തറ ജംഗ്ഷനിലേക്ക് ചേരുന്ന റോഡ് ഇതാണ്. എന്നിട്ട് വെഞ്ഞാറമൂടിലേക്ക് പോകുന്നു. ഇതാണ് ജംഗ്ഷൻ. ഈ ജംഗ്ഷനാണ് പഴയ കാലത്ത് എന്താ പറയുക, ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക്, നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് എഴുതിയേക്കുന്നുണ്ട്, ശാന്തിഗിരി ടേക്ക് എ ബ്രേക്ക്. അതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു വഴിയാണ് ഈ കാണുന്നത്, ആ മരത്തിൻ്റെ അപ്പുറത്ത് കാണുന്നത്, ആ ഒരു ഷെഡിൻ്റെ അപ്പുറത്ത് കാണുന്നത്. ഇതാണ് ടേക്ക് എ ബ്രേക്കിൻ്റെ ആ ബോർഡ്, ടേക്ക് എ ബ്രേക്ക് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മനസ്സിലായി? നിങ്ങൾ ഇതൊന്ന് കാണണ്ടല്ല എല്ലാവരും. ഗുരുവിൻ്റെ വിശ്വാസികളായ ഗുരുവിൻ്റെ ആ ഒരു ഇതാണ് ഒരു ശാന്തിഗിരി എഴുതിയേക്കണതിൻ്റെ താഴെ നോക്കി. ഇതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ആ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ഷെഡുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതിനാണ് 1,40,00,000 രൂപ മുടക്കി ആ ഒരു ബിൽഡിങ്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഗേറ്റ്. ആ ഒരു പെട്ടിയോട്ട് കിടക്കണതിൻ്റെ ആ സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ഗേറ്റ്. ഇതാണ് വെഞ്ഞാറമൂടിലേക്ക് പോകുന്ന വഴി. ആ ഒരു ഇട റോഡാണ്, ആ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ശാന്തിഗിരി ആശ്രമത്തിലേക്ക് പണ്ട് പോയിക്കൊണ്ടിരുന്ന ഇട റോഡ്. നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ഇതാണ് ആ കാണുന്നതാണ് ആ ഒരു കെട്ടിടം. ആ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നോക്കിയ 1 കോടി രൂപ 40 ലക്ഷം രൂപ കൊടുത്ത് സർക്കാർ കൊടുത്ത ആ പൈസ കൊണ്ട് നിർമ്മിച്ച ആ ബിൽഡിങ്ങാണ്. ആ ടേക്ക് എ ബ്രേക്കിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്.
മുകളിലേക്ക് നിൽക്കുകയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ശാന്തിഗിരിയുടെ പേര് കളയുന്നത് ആരാണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ല അതിൻ്റെ അവസ്ഥ നോക്കിയൊന്ന്. ഇവിടെയൊക്കെ കാട് പിടിച്ച് നശിപ്പിച്ചിട്ടൊക്കെയാണ്. ഈ നമ്മുടെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു സർക്കാർ സംവിധാനത്തിൽ നിർമ്മിച്ചിട്ട് അതിനെ നശിപ്പിച്ചിട്ടേക്കണം. പിന്നെ അത് കൂടാതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓഫീസിലിരിക്കുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റ് സ്വാമിയുടെയൊക്കെയാണ്. ആ പ്രസിഡന്റ് സ്വാമിയുടെയൊക്കെ മതിലാണ് ഈ കാണുന്നത്. ആ മതിൽ പോലും ഇടിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇവർ എന്താ പറയുക, അവിടെ ഞാൻ കൊണ്ട് കാണിക്കാം നിങ്ങളെ. ഈ മുള വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. മുള നട്ട് മതൻ്റെ അരി കൊണ്ടുവന്ന് വെച്ച് മുള പെട്ടെന്ന് വളരുന്നൊരു വൃക്ഷമാണ് മുള. അത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. നമ്മുടെ ഓഫീസ് കെട്ടിടം ഇതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വെഞ്ഞാറമൂടിലേക്ക് പോകുന്ന ആ റോഡ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ എന്താ പറയുക, നമ്മുടെ മതിൽ മുള നശിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, മുള മതിലിൻ്റെ അരിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ മതിലിടിഞ്ഞു വീണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഒരാളോട് ഒരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അധീനതയിലുള്ള എന്തെങ്കിലും ആരുണ്ടെങ്കിലും അവരെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ, അല്ലെ അവരെ നശിപ്പിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനുള്ള എല്ലാ പ്രവണതയും ചെയ്യും. ഇത് നല്ല ഫ്രഷ് മതിലായിരുന്നു. ആ മതിലിൻ്റെ സൈഡിൽ കൊണ്ടുവന്നാണ് ഈ പറയുന്ന ഈ മുള നട്ടത്. കണ്ടാൽ നമുക്ക് നിസ്സാരമെന്ന് തോന്നും. പക്ഷെ ഇവരൊക്കെ പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. എന്നാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒട്ടനവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ടവർ. സംഭാവന എന്ന് വെച്ചാൽ വിലമതിക്കാനാവാത്ത. ഗുരു ഇവിടെ വന്നപ്പോൾ ഗുരുവിന് 50 സെൻറ്റ് സ്ഥലം ദാനം കൊടുക്കുകയും അതിനു മുമ്പ് തന്നെ ആ കുടുംബമായിട്ടും ഗുരുവിന് ഒട്ടനവധി ബന്ധമുള്ളതാണ്. ആശ്രമത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ആജീവനാന്തം പ്രസിഡൻ്റായിരുന്ന ഒരാളാണ് ഗുരുഭക്തൻ സ്വാമി എന്ന് പറയും. സുന്ദരേശൻ എന്ന് പറയുന്ന APP ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ് ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. മനസ്സിലായോ? പല പ്രാവശ്യം പലരോടും പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ എന്നിട്ടും ഇത് കണ്ടില്ലെന്ന് അടിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഈ അവരാരും പറഞ്ഞിട്ടല്ല. പക്ഷേ ഈ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായൊരു മനസാക്ഷിയുണ്ട്. മനസ്സിലായി? പ്രസ്ഥാനത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമാണ്. അവരിത് ചോദിച്ച് ചെറുതാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്. മനസ്സിലായോ? അവരെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഉപദ്രവിച്ച ഈ ഉപദ്രവിക്കണവനൊക്കെ എന്ന് പറഞ്ഞാൽ ആജീവനാന്തം കണ്ണീര് കുടിക്കേണ്ടി വരും. അല്ല അവൻ്റെയൊക്കെ സന്ധി പരമ്പര. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവരൊക്കെ നിസ്വാർത്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗുരുവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവരിതൊക്കെ ചോദിച്ച് ഇതൊക്കെ പറഞ്ഞ് ചെറുതാകാതിരിക്കാൻ വേണ്ടിയാണ് അവരൊന്നും ഇതിലേക്ക് ഇടപെടാത്തത്. പക്ഷേ അതൊക്കെ ഒരു ബലഹീനതയായിട്ട് കണ്ടിട്ടാണ് ആശ്രമം. അപ്പം നമ്മളെപ്പോലെയുള്ളവർ പ്രതികരിച്ചില്ലെങ്കിൽ അവരെപ്പോലെയുള്ളവർക്ക് നീതി കിട്ടത്തില്ല. മനസ്സിലായി? ആരും ആയിക്കോട്ടെ, ഒരു സാധനം ഇങ്ങനെയൊക്കെ വെച്ച് നശിപ്പിച്ചിട്ട് അത് പിന്നെ വെട്ടി ഇങ്ങോട്ട് വലിയ ഇതായിരുന്നു, വലിയ ശിഖരമായിരുന്നു. അത് ഇങ്ങോട്ട് പടർന്ന് മതിലിടിച്ച് കളഞ്ഞപ്പോൾ അതിനെ വെട്ടി ഒതുക്കി. പക്ഷേ അത് തിരഞ്ഞു മാറ്റി അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതേവരെ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അത് ഞാൻ തന്നെയാണ് അതിന് പറഞ്ഞതെന്ന്. ആ പണിയാരെ ഇവിടെ പറഞ്ഞ് ഇത് നിങ്ങൾ വെട്ടുമ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ബാധ്യത ഇല്ലേന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത്. അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാനിടാം. ഞാൻ അന്ന് പറഞ്ഞത് അന്ന് ആ പണിയാരോട് ഞാൻ ആവശ്യപ്പെടുന്നു. മനസ്സിലായോ? ഇത് മാസങ്ങളായിപ്പോൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ മാസങ്ങളായി. ഇതെങ്ങനെ വീണ? ഇതെന്ത് പറ്റിയാണ്? അങ്ങോട്ട് മറിക്കണ്ടായിരുന്നില്ലേ? ഇങ്ങോട്ട് മറിഞ്ഞുകൊണ്ടല്ലോ ഇങ്ങോട്ട് പോകുന്നത്. പൊട്ടിയിരിക്കാനല്ലോ. അല്ല, പൊട്ടിയിരിക്കണായിരുന്നത്. പക്ഷെ അങ്ങോട്ട് മറിച്ചെങ്കിൽ അത് വീഴത്തില്ലായിരുന്നു. അല്ല, പൊട്ടിയതാ, അത് നിന്നുകൊണ്ട് പൊട്ടിയതാണ്. അതല്ല പറഞ്ഞത്. പക്ഷെ അത് എന്താ പറയാ, ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞതേ അത് വെട്ടിയപ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ്.
രണ്ടെണ്ണം കിടക്കണ എന്നാലും അവിടെ മറിഞ്ഞ് ഇനി മറിക്കില്ല ഏട്ടാ. കാരണം വെച്ചാൽ അത് ആരെങ്കിലും മണ്ടയിൽ ഇനി മറിഞ്ഞ് വീഴുവോ? അല്ല ഒന്ന് പറഞ്ഞേക്ക് സുരേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോന്ന്, ആശ്രമം മനഃപൂർവ്വം ഇവർ ആര് ഈ അമൃതാജിൻ്റെയും ഗുരുസ്വാമി ഈ വിരോധം തീർക്കുന്നതിന് വേണ്ടി എന്ത് നീചകൃത്യവും ചെയ്യും. എന്ത് നീചകൃത്യം. ഇതൊക്കെ വളരെ ലളിതമാണ്, മനസ്സിലായ. അതേസമയത്ത് അതിനേക്കാൾ ഭയാനകമായ പല കാര്യങ്ങളും പല കുടുംബത്തോടും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ മിണ്ടാതിരിക്കുന്നതാണ് ഇവരെ പോലെയുള്ള ഇവർക്ക് ഊർജം പകരുന്നത്, അല്ലെങ്കിൽ ധാർഷ്ട്യം കൂടുന്നത്, മനസ്സിലായി. നമ്മളെപ്പോലെയുള്ളവർ അപ്പോൾ ഇത് ഈ അനീതിക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടി പലരും ജനിക്കും. അവർ ശബ്ദിക്കുകയോ തന്നെ ചെയ്യും, മനസ്സിലായേ. അവരുടെ അനുഭവം മാത്രമല്ല മറ്റുള്ള അനുഭവം കൂടി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇതിനുപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനജംഗ വസ്തുക്കൾ നശിപ്പിക്കുന്നതിന് ഒരു വിഷമമില്ല. കാരണം വെച്ചാൽ ഇത് ചെല്ലപ്പൻപിള്ള ഉണ്ടാക്കിയിട്ടതല്ല, ചെല്ലപ്പൻപിള്ള സമ്പാദിച്ചതല്ല. അതിനോട് വിഷമം ഉണ്ടാവില്ല അമൃതാജിനിക്ക്. അതേപോലെ തന്നെ മണിയൻ നായർ പിന്നെ സമ്പാദിച്ചല്ലാത്ത കൊണ്ട് ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ഹരികുമാർ മണിയനും വിഷമം ഉണ്ടാവില്ല. പാവപ്പെട്ട ഗുരുഭക്തർക്കാണ് ഇതൊക്കെ നഷ്ടം. കാരണം അവരാണ് അവരുടെ ജീവനും ജീവിതവും എല്ലാം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് പ്രയത്നിച്ചു ഒരു അധികാരമോ അവകാശമോ വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, മനസ്സിലായി. ഇന്നത്തെ ജോലിക്കാരോ കൂലിക്കാരോ അടിമകൾക്കോ അതൊന്നും പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഗുരുവിൻ്റെ വിശ്വാസികൾക്ക്, ഭക്തർക്ക്, യഥാർത്ഥ ഭക്തർക്ക്, ഗുരുവിൻ്റെ എന്ന് പറഞ്ഞാലും തെറ്റിപ്പോണ്ട ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഗുരുവിൻ്റെ പ്രസ്ഥാനവും ഗുരുവിൻ്റെ സ്ഥാപനജംഗ വസ്തുക്കളും നശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. ചിലപ്പോൾ അവരവരുടെ സ്വന്തം സ്ഥാപനവും എന്തെങ്കിലും നശിച്ചാൽ പോലും അവർക്ക് ചിലപ്പോൾ അത്രയും വിഷമം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ളതൊന്നും കാണിച്ചു തരാം, അടുപ്പിച്ചൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഇതാണ് ആ മതിലിൻ്റെ ആ മുള വെച്ച് നട്ട് വെച്ച് അതിനെ വളർത്തി അതിരി കൊണ്ടുവന്ന് വെച്ചാണ് വളർത്തിയേക്കുന്നത്, മനസ്സിലായ. അടി മതിൽ ഇത്രയും ഭാഗം ഇടിഞ്ഞ് താഴെ വീണ് കിടക്കി. ഇത് ഞാൻ തന്നെയാണ് ഇത് ഇടിഞ്ഞ് വീണപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഉടമസ്ഥർക്ക് വെച്ചാൽ ഇപ്പോൾ പ്രസിഡൻറ്റ് സ്വാമിയുടെ പഴയ പ്രസിഡൻറ്റ് സ്വാമിയുടെ ഇളയ മോളിലാണ് ഈ പ്രോപ്പർട്ടി. പക്ഷേ അവർക്ക് ഞാൻ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുകയും ഇവരോട് സംസാരിക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ശേഷം വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ പുറകിലെ അതിരുണ്ടല്ലോ, അതിൻ്റെ പുറകു വശം അത് ടേക്ക് എ ബ്രേക്കിൻ്റെ സൈഡായിട്ട് വരും, വലതുവശത്തായിട്ട് വരും. ഇതാണ് ടേക്ക് എ ബ്രേക്ക്, മനസ്സിലായി. ടേക്ക് എ ബ്രേക്ക് ഈ കാണുന്നതാണ്. ഈ കാണുന്ന കെട്ടിടമാണ് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അങ്ങേ സൈഡും ഈ പറയുന്ന പ്രസിഡൻറ്റ് സ്വാമിയുടെയൊക്കെ വസ്തുവാണ്. കാരണം ഇവരുടെ വസ്തു തന്നെയായിരുന്നു. ഇത് പലർക്കായി വീതം വെച്ചപ്പോൾ പലരുടെയും കയ്യിൽ നിന്ന് ആശ്രമത്തിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടതാണ്. അത് ദാനമായിട്ടുകൊണ്ട് വിലക്ക് മേടിച്ചതൊക്കെ ഉണ്ട്, മനസ്സിലായി. നിർബന്ധപൂർവ്വം എഴുതി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറമ്പിൻ്റെ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് ഇവിടെ ശാന്തിഗിരി ഫെസ്റ്റ് നടന്നപ്പോൾ ഇവിടെ കുഴിച്ച് വരും. അവരെ കുടിവെള്ളവും പിന്നെ അങ്ങോട്ട് പോയ ലൈൻ ഇവിടെ നിന്നായിരുന്നു കുടിവെള്ളം. അവർക്ക് കുടിവെള്ളം അവിടെ കിട്ടാത്തതുകൊണ്ട് ഈ പ്രസിഡൻറ്റ് സ്വാമിയുടെ വീട്ടിലേക്ക് കുടിവെള്ളം കിട്ടാത്തതുകൊണ്ട് വർഷങ്ങളായിട്ട് ഇതിൽ കൂടിയായിരുന്നു ആ പൈപ്പ് വയ്ക്കുന്നത്. ആ പൈപ്പിനെ എല്ലാം തല്ലി പൊട്ടിച്ച് കളഞ്ഞു JCB ഉപയോഗിച്ച്. എന്നിട്ട് അവർ പറഞ്ഞപ്പോൾ അത് കൊടുത്തില്ല. ഇപ്പം ആ ടേക്ക് മറ്റെന്താ പറയുക ശാന്തിഗിരി ഫെസ്റ്റ് നടന്ന ആ ഭാഗമാണ് കാണുന്നത്, കാട് പിടിച്ച് നശിച്ച് കിടക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇവർ പറയുന്നത് വെച്ചാൽ വെജിറ്റബിൾ സ്റ്റാളിലേക്കുള്ള കംപ്ലീറ്റ് സവാളയൊക്കെ ഇവിടെ നിർമ്മിക്കണമെന്ന്, സവാള ഉള്ളിയൊക്കെ. പലരും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് പല സമയത്ത്, ഈ സവാള ഉള്ളിയൊക്കെ ഇവിടെ തന്നെയല്ലേ, ഈ വരവല്ലല്ലോ, നാടനല്ലേ എന്നൊക്കെ. നമുക്ക് ചിരി വരുന്നു, മനസ്സിലായ. എല്ലാം വരുന്നത് പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ കെട്ടിടം. 1,40,00,000 രൂപയ്ക്ക് സർക്കാർ ചെലവിൽ നിർമ്മിച്ച, നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടം. അത് കുഴപ്പമില്ല, നികുതി പണം കൊണ്ട് കിട്ടിയാലും കുഴപ്പമില്ല. കാരണം ആശ്രമം പോലെ ഒരു ഇതിന് ഇങ്ങനെ ധനസഹായം കിട്ടിയിട്ട് അവിടെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ എന്താണ് കാര്യം, അതിനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ അതിനെയൊക്കെ മുതലാക്കി അവനവൻ്റെ പള്ള വീർപ്പിക്കുന്നതും അവനവനെ സമ്പാദിക്കുന്നതിനും വേണ്ടിയാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നതെന്ന് കാണുമ്പോഴാണ് മറ്റുള്ള ഗുരുവിശ്വാസികൾക്കും ഒരു സാധാരണ വ്യക്തികൾക്കും വിഷമം ഉണ്ടാകുന്നത്, മനസ്സിലായ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ, മനസ്സിലായ. ഇവരെപ്പോലെ പ്രബലരായ ആൾക്കാരെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാമെങ്കിലാണ് പിന്നെ സാധാരണ ഗുരുവിശ്വാസികൾക്ക് ഇവർ പറ്റിക്കുകയൊക്കെ ചെയ്യാത്തത്, മനസ്സിലായില്ലേ. കാരണം ഓരോരുത്തരും പ്രതികരിക്കുന്നില്ലെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥാനത്താണ് ഇപ്പോൾ പലരും പ്രതികരിക്കാൻ തുടങ്ങിയത്. കാരണം ഗുരുവിൻ്റെ സ്ഥാപനജംഗ വസ്തുക്കളും
വിറ്റ് മുടിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതിനെയൊക്കെ ഇതേപോലെ അർഹതപ്പെട്ട കരങ്ങളിലല്ല ഇതെത്തിയിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥാപന ഗുരുവിൻ്റെ പ്രസ്ഥാനം എന്ത് രീതിയിൽ ഉയർന്നു വരേണ്ടതാണെന്നറിയാം. ഈ അമൃതാജന്യം ഗുരുരത്നം എന്ന് പറയുന്ന ആ കപടനും, അമൃതാജന്യം എന്ന് പറയുന്ന കപട ഗുരുവും ഗുരുരത്നം എന്ന് പറയുന്ന എന്നുവെച്ചാൽ 2 യൂദാസുമാരാണ്. ശാന്തിഗിരി ആശ്രമത്തിൽ വന്ന യേശുക്രിസ്തുവിനും ഒരു യൂദാസിനെ സഹിക്കേണ്ടി വന്നെങ്കിൽ ശാന്തിഗിരി ആശ്രമത്തിൽ ഇപ്പോൾ 2 യൂദാസുകളും അവരുടെ കുടുംബവുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊരു അറുതി വരുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ അവസ്ഥയൊന്ന് കാണിക്കും. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം. കാരണം ഇത് വെഞ്ഞാറുമൂട്ടിൽ നിന്ന് വന്നിട്ട് ആ വാഹനം പോകുന്ന അതാണ് ആശ്രമത്തിലേക്ക് പണ്ട് പോയിക്കൊണ്ടിരുന്ന ആ റോഡ്. ആ റോഡിലേക്ക് കയറുന്നതിൻ്റെ ഇടതുവശത്താണ് ഈ പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഈ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. പുല്ല് പിടിച്ച് കാട് പിടിച്ച് മുള വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് സൈഡിൽ. ഇതുപോലെയാണ് ഈ മുള ഈ കെട്ടിടത്തിൻ്റെ ഈ പറമ്പിൻ്റെ ഇതൊരു താഴ്ച സ്ഥലമാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്ന് മുള എന്താ പറയുക മതിൽ പൊളിച്ച് ഇപ്പുറത്ത് വന്നു. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ആ പെട്ടിയോട്ട് കിടക്കുന്നതിൻ്റെ സൈഡിൽ. ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഗുരുവിന്റെ പ്രസ്ഥാനത്തിന്റെ മുകളിൽ കയറിയിരുന്ന് സ്വയം പ്രൊമോഷൻ എന്ന് വെച്ചാൽ അവരവർക്ക് അധികാരത്തിനും അവരുടെ പ്രശസ്തിക്കും വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുക, കാപട്യങ്ങൾ പറയുക, ചതി വഞ്ചന എന്നിവ പ്രവർത്തിക്കുക, സ്നേഹം കരുണ ഭക്തി സാന്ദ്രം എല്ലാം പറയും. മനസ്സിലായില്ലേ? എല്ലാ ലോകത്തുള്ള ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ വിഷയത്തിനെ കുറിച്ചും പറയും. ഇവിടെ ശാന്തി കിട്ടും, സമാധാനം കിട്ടും, എല്ലാം കിട്ടും എന്ന് പറയും. ഏറ്റവും കൂടുതൽ ലോകത്ത് അശാന്തിയും അസമാധാനവും അക്രമവും പീഡനവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, കൊലപാതകങ്ങളടക്കം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഈ അമൃതാജന്യം എന്ന് പറയുന്ന കപട ഗുരുവിൻ്റെ ഈ ഗുരുരത്നം എന്ന് ജ്ഞാന തപസ്യ എന്നറിയപ്പെടുന്ന ഈ ഹരികുമാർ മണിയൻ്റെ ആ വസിക്കുന്ന നീചമായ സ്ഥലം. ഗുരുവിൻ്റെ ആ പുണ്യമായ സങ്കേതത്തെ 2 നികൃഷ്ട ജീവികൾ കയറിയിരുന്നാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഇതൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ളവർക്ക് നമ്മളൊക്കെ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളതുകൊണ്ട് വിഷമം കൊണ്ടാണ്. മനസ്സിലായി? കാരണം ഗുരു എന്തിനാ വന്ന ഒരു ലോക നന്മയ്ക്ക് വേണ്ടി വന്ന് ആ ലോക നന്മയ്ക്ക് വേണ്ടി പ്രസ്ഥാനവും പരമ്പരയും അതിനുവേണ്ട ആ വിശ്വാസമൂഹത്തിന് വേണ്ടിയുള്ള സ്ഥാപന ജംഗം വസ്തുക്കൾ അവർക്ക് ജോലിക്കായാലും കൊള്ളാം, അവർക്ക് വസിക്കാനായാലും കൊള്ളാം, ആരുടെയും കീഴിൽ നിൽക്കാൻ പറ്റാത്തൊരു രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന അടിമകളെ പോലെ ഇവരെയെല്ലാം തൊഴിൽ നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല. എല്ലാ സ്ഥലത്തും തൊഴിൽ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഗുരു തൊഴിലാളികളായിട്ടല്ല അവരെ നിർത്തിയത്, അവകാശികളായിട്ടാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെയാണ് സ്വന്തം എന്നുള്ള രീതിയിലാണ് ഈ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഗുരു കൊണ്ടുവന്നത്. ആ രീതി ഫോളോ ചെയ്യാനാണ് ഗുരു പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ ഒറ്റക്കൊരാൾക്ക് ഏകാധിപത്യമായി ഭരിക്കാൻ പാടില്ല. 1 വർഷം കൂടുമ്പോൾ 4 പേര് മാറിക്കൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ ഒറ്റക്കൊരാൾക്കല്ല, 4 പേർക്ക്. 50 പേര് സന്യാസിമാരുണ്ടെങ്കിൽ 4 പേര്, അതിന് 100 പേരായ 7 പേര്, അങ്ങനെ ആനുപാതികമായിട്ട് വർദ്ധിക്കും എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇതിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ ജില്ലാ രജിസ്റ്റർ ഓഫീസർ പോലും കൈക്കൂലി കൊടുത്തുകൊണ്ട് അവരെ എല്ലാം കാൽക്കീഴിലിട്ട് അവരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചത് കാരണം വെച്ചാൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ പറയാത്തതാണ്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഭയമുള്ള ഒരു സമൂഹമുണ്ട്. കാരണം ഭയപ്പെടുത്തിയാണ് ഇവർ ഭരിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ?
ഇല്ലെങ്കിൽ പണി മേടിക്കുമെന്നാണ് പറയുന്നത്. ആര് ഈ ഗുരുരത്നം ജ്ഞാന തപസ്യ എന്ന് പറഞ്ഞാൽ ആൾ പറയുന്നത് വെച്ചാൽ ഒരാൾ ഇപ്പം എന്നോട് സംസാരിച്ചാൽ അതിൻ്റെ കൂടെ ചേർക്കാം, നീ എന്നെക്കുറിച്ച് പറഞ്ഞു നോക്ക്, പണി മേടിക്കും. വിഷയം എന്തുമാകട്ടെ, ആ ദാർഷ്ട്യം നിങ്ങൾ നോക്കണം. മനസ്സിലായോ? അപ്പം ഇതേപോലെ പലരോടും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പണി കൊടുത്തിട്ടുമുണ്ട്. മനസ്സിലായോ? പലരെയും പണി കൊടുത്തിട്ടുണ്ട്, ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയും സ്നേഹം എന്താണ്, കരുണ എന്താണ്, വിനയം എന്താണെന്ന് ഇദ്ദേഹം ഇങ്ങനെ റീൽസുകൾ ഇറക്കും, ഷോർട്സുകൾ ഇറക്കും. മനസ്സിലായ? അപ്പം അത് ഇത്രയുമാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. സദ്വേഷണം. ഒരാളെ തോൽപ്പിക്കാൻ അയാളെ സ്നേഹിച്ചാൽ മതി. എന്നെങ്കിലും എപ്പോഴെങ്കിലും അയാൾ തോൽക്കും. ഹൃദയം നൽകി സ്നേഹിക്കുന്നിടത്ത് ഒരാൾ തോൽക്കുന്നത് വിജയങ്ങളെക്കാൾ വേഗത്തിലായിരിക്കും. സ്നേഹം മാത്രമാണെന്ന് എത്ര ശക്തനായ മനുഷ്യനെയും നിസ്സഹായനാക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധം. എന്നോടോ? ആ നീ എന്നെ പറഞ്ഞു നോക്ക്. പബ്ലിക്കായിട്ട് പറയുമ്പോൾ നീ എന്ന് പറഞ്ഞു നോക്കും. എന്നെ ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട, പറഞ്ഞു നോക്കും. നീ പറഞ്ഞു നോക്കൂ കൂട്ടുകാരെ. നീ എന്നെ എന്നോട് പറയണ്ട, നീ എന്നെ പറഞ്ഞു നോക്കും. എന്നെ പറഞ്ഞു എന്നുള്ളത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ എന്തെന്ന് പറഞ്ഞു നോക്കാൻ നീ എന്ന് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നീ എന്തെങ്കിലും ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടല്ലേ പറയാം. ഞാനിരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കുകയില്ല, കൊണ്ടുപോവുകയില്ല എന്നുള്ളത് തീർപ്പായി. ഈ സംഘത്തിനൊരു തീർപ്പ് അതുണ്ടാക്കിയ ആൾ ചെയ്യുന്നു. അമെൻമെന്റ് ഇല്ല പിന്നെ. അതായത് ഇപ്പം 4 സന്യാസിമാർക്ക് 1 കൊല്ലം ഭരിക്കാം. അത് ഗൃഹസ്ഥാശ്രമിക്കും. ഈ പറഞ്ഞവർക്ക് ഒരിഷ്ടമല്ലെന്ന് കണ്ട ഉടനെ ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത 4 പേര് തിരഞ്ഞെടുത്തോണം. ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് 4 പേരെ തിരഞ്ഞെടുക്കുക 1 കൊല്ലത്തിനകം. 1 കൊല്ലം കൂടുതൽ പാടില്ല. എന്താണെന്നറിയാമോ? അടുത്ത കൊല്ലം ഇവരിരുന്ന ഇത് വീണ്ടും അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോകുള്ളൂ. അതന്നെ ഈ സന്യാസ സംഘത്തിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആളെ ആജീവനാന്തം അയാളെ പിരിച്ചുവിടുക. ഒരു ഭരിക്കുന്നെന്ന് വെച്ച് വേറെ ഒരു അധികാരം ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. സംഘത്തിൻ്റെ മറ്റ് ഗൃഹസ്ഥാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയില്ല, വരില്ല. തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവര് ഇത് ചതിച്ചുകളയും. ഇപ്പോൾ ഒരാൾ കാണുകയാണ്, അതിൻ്റെ വ്യക്തമായ കാര്യം പറയുകയാണ്. ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാവരെയും കൂടി വാരിയിട്ടു. മനസ്സിലായില്ലേ? ഇല്ല, എല്ലാവരെയും കൂടി ആരെയാണ് വാരിയിട്ട്? ഈ ഗുരുശിഷ്യന്മാരെ. അതിൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ വാരിയിട്ട് ചാടിപ്പോകാതിരിക്കാനായിട്ട് ഒരു പാത്രം. ഇതിന് മനസ്സിലായില്ല. ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുകയാണ്. അത് സംഘം എന്നർത്ഥം. ഇതിനെ ഈ സംഘത്തിൽ നിന്ന് ചാടിപ്പോയാൽ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗൃഹസ്ഥാശ്രമം. മര്യാദയ്ക്ക് നിന്നോണം. ഈ ഭരണ സംവിധാനത്തിനുണ്ട് സന്യാസിമാരുണ്ട് വാക്കുകളിൽ ഈ താഴ്ചയുള്ള ആളുകൾ പറയുന്നത് മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ഓരോന്ന് തീരുമാനിക്കും. അത് അങ്ങനെ പോയാൽ അവർ തെറ്റും. നമുക്കൊരു അറിവിന് അവർ പറയുക ഇന്നതൊക്കെയാണ്. സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമെന്ന് ആരറിയും? അത് തന്നെ അപ്പോഴേ അവർ ഉള്ളവർ തിരഞ്ഞെടുക്കട്ടെ. അതൊന്നും അത് ഒരുപാട് പേര് കാണും. ഇതിന് ഗൃഹസ്ഥാശ്രമികളായിരിക്കും ചിലപ്പോൾ കൂടുതൽ മുന്നിൽ വരുന്നത്. കാഴ്ചയുള്ളവർ, കാര്യം അറിയാവുന്നവരും ഗൃഹസ്ഥാശ്രമികൾ വരും. ഈ നിയമം പിന്നെ എന്നുവരെ ഈ ആശ്രമം പരമ്പരയെ നിലനിൽക്കും, അന്ത്യം വരെയാണ്, മാറ്റമില്ല. ഞാൻ ഇത് സംസാരിക്കുകയാണ്, നിങ്ങളെല്ലാം എഴുതി വെച്ച്